നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മായക്കാഴ്ചകൾ കാണുക, അത് സത്യമാണെന്ന് വിശ്വസിക്കുക, മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക, എന്നിട്ടിങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യം വിളിച്ചു പറയുന്നവരെ പ്രാന്തരാക്കുന്ന ഏർപ്പാട് പണ്ട് മുതലേ പലരും പരീക്ഷിച്ച് വിജയിച്ചതാ. പക്ഷേ ഇന്നെനിക്ക് ഒരു കാര്യം ഉറപ്പാ, നിങ്ങൾ എന്തോ ഒരു കൈവിട്ട കളി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ചലനങ്ങളും കൃഷ്ണമണിയുടെ പെടപ്പും കാണുമ്പോ എനിക്കറിയാം. സാറാ, ഞാൻ പോയേക്ക്. നീ വെറുതെ ഭ്രാന്ത് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ എങ്ങോട്ടാന്ന് വെച്ചാ പോകാൻ നോക്ക്. എന്റെ മകളും മരുമകനും ഒരു പോറിലെ പോലും ഏൽക്കാതെ പോയതുപോലെ തിരിച്ചു വരും. കണ്ടറിയാം തിരിച്ചുവരവ് എങ്ങനെയായിരിക്കുമെന്ന്. ഡോക്ടർ നിരഞ്ജനും അക്ഷരയും ശ്രുതിമോളുടെ അടുത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വേണ്ടത് ചെയ്യണ്ടേ? വേണ്ടത് ചെയ്തിട്ടുണ്ട്. ജീനി കിട്ടിയ കുതിരയ്ക്ക് ഓടാതിരിക്കാൻ പറ്റുമോ വക്കീലെ? അക്ഷരം വീട് അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് പണി എളുപ്പമായി എന്ന് തീർത്ത് പറയാൻ പറ്റില്ല വക്കീലെ. പൊതുശത്രുവിനെ നേരിടാൻ അകന്നു നിൽക്കുന്നവർ എപ്പോഴും ഒന്നിക്കും. അത് ശരിയാ. പിന്നെ സാറേ, ശരത്ത് ആ പെൺകുട്ടിയെ തന്നെ കേട്ടോ അല്ലേ? എന്താ കുറുനരിയുടെ മനസ്സിലെന്നറിയില്ല. അവന്റെ യഥാർത്ഥ ടാർജറ്റ് ദേവികയാണെന്ന് മാത്രം അറിയാം. കഴിഞ്ഞ ദിവസം ഒരു സൂചന അവൻ തന്നു. അഡ്വക്കേറ്റ് സിദ്ധാർത്ഥന്റെ പെങ്ങൾ സിന്ദഗിയും അവന്റെ ഉന്നമാണെന്ന്. പൊന്നുമണി, നിത്യ, ദേവിക, സിന്ദഗി. ഇനിയിപ്പോ വക്കീൽ ചന്ദ്രലേഖയും ശരത്തിന്റെ ലിസ്റ്റിൽപ്പെട്ടേക്കും അല്ലേ? ശരത്തിന്റെ ചതുരംഗ പലകയിലെ ആയുധങ്ങളും കരുക്കളും എല്ലാം പെൺകുട്ടികളാണ്. നമുക്ക് കളി അതല്ലല്ലോ വക്കീലെ. നമ്മൾ പെൺകുട്ടികളെ ഉപയോഗിച്ച് നടത്തുന്നതും നടത്തിയിട്ടുള്ളതും മാന്യമായ മയക്കുമരുന്ന് കച്ചവടം മാത്രമാണ്. ഫ്ലഷ് മാർക്കറ്റ് ഒരിക്കലും നമ്മുടെ അജണ്ടയിലില്ല, ഇനി ഉണ്ടാവുകയില്ല.